ഈ ഓട്ടോ എങ്ങോട്ടോടോ? എടമുട്ടം വരെ. ചേട്ടാ ഇതെങ്ങോട്ടാ? എടമുട്ടത്തന്റെ ചൂലൂര് വരെ. ഇങ്ങോട്ട് കയറിക്കോളൂ. പോകാം. നീങ്ങണ്ട ചെവിട്ടിൽ കാറ്റടിക്കേ. എന്തുട്ട് സാധനം അത്? ഓട്ടോ ഷാറല്ലോ. ഞാൻ അഷ്റഫ്, വലിയകത്ത് ഇബ്രാഹിമാൻ അഷ്റഫ്. നിങ്ങളുടെ പേരെന്താ? ഔസേപ്പ്. നമ്മ ഷെയർ ചെയ്യല്ലേ? ഇക്ക തൃപ്രയാർന്ന് ഇടമുട്ടം വരെ ഒരു 85 റുപ്യ ആകും കേട്ടോ. അല്ലോ, ചൂലൂരിനെ ദേശുള്ളിലോട്ട് വേണേ 1 കിലോമീറ്റർ കഷ്ടിച്ച്. ഇക്ക അപ്പൊ ചാർജ് ഒരു ഇത്തിരി കൂടും കേട്ടാ. അതിന് 100-200 മീറ്റർ. ഒന്നും പറയണ്ട. തൃശ്ശൂർ പോയിട്ട് വരിക. ഒരു ഹമക്കിനോട് കാറും കൊണ്ട് വരാൻ പറഞ്ഞത് പ്രയാർക്ക്. അവൻ വന്നില്ല. ചൂലൂരോളുടെ വീടുണ്ട്, നമ്മളെ കെട്ടിയോളെ. അവിടെ ഒന്ന് വിരുന്നാണ്. എന്താ കേക്കണ്ട? നമ്മ ദുബൈക്കാരനാ. 5 കൊല്ലം ദുബൈയിലേ. ഇപ്പൊ ലീവിന് വന്നതാ. ഇപ്പൊ പഴയ പോലെ ദുബായിക്കാർക്കൊന്നും വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാട്ടാ. ആര് പറഞ്ഞു? ഓന് പോവാൻ പറ്റാത്ത വിഷമേ. അത് നമ്മക്ക് മനസ്സിലാവൂലേ? ഇതിലെന്താണ്? ബോംബെ മറ്റൊന്നല്ലോ. കാലം പൊട്ടണേ. നിങ്ങളിപ്പോ എന്താ ചെയ്യണേ? 10-18 വർഷമായിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ എവിടെയായിരുന്നു? ഖത്തർ. എത്ര വർഷം ഉണ്ടായിരുന്നു? 28 വർഷം. അല്ലോ, അപ്പൊ ഇവിടെ കായൊക്കെ ഉണ്ടാക്കിണ്ടാവല. താനൊന്ന് വായടക്കാൻ ഞാൻ എന്താ തരണേ? ഈ ിക്കൂടാ ചേട്ടാ പിടിച്ചിരുന്ന പണ്ടാരടങ്ങാനായിട്ട് ഏത് വണ്ടി ഓടണേ അവന്റെ കടിക്കാനായിട്ട് പോക്കണ്ടല്ലേ പണ്ടാരടങ്ങാനായിട്ട്. പടച്ചോനെ, ഇവിടെ എന്നെ കിളവനാ. ഇവിടെ ഇവിടെ എവിടെ? അവിടെ നോക്കിയാ, അവിടെ നോക്കിയാ, അങ്ങോട്ട് നോക്കിയാ, അങ്ങോട്ട് നോക്കിയാ. ഇറങ്ങിയാലോ? ഇറങ്ങിയാ പണിയാവും. ചെക്ക കിളമ്പടായിട്ടാ നീ വണ്ടി എടുത്തേ. ഒന്നിങ്ങോട്ട് വായോ. ഇയാൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. ഒരു കാര്യം പറയാൻ മോനെ, ആൾക്കാർ കൊണ്ടുവരുമ്പോ മുമ്പ് വണ്ടി എടുക്ക്, ഇല്ലെങ്കിൽ നിന്റെ കഞ്ഞുടി മുട്ടും. ഇക്ക ഒന്ന് വായിക്ക, ഒന്ന് വന്ന് പിടിക്ക. നീ ആളെ ബേജാറാക്കല്ലേ? നിനക്ക് 5-10 കൂടുതൽ വരാ. നീ വന്ന് വണ്ടി കയറിയേ. നീ വണ്ടി എടുത്തേ. ജീവനുണ്ട്. നീ വന്ന് ഞാൻ വണ്ടി എടുക്ക്. ഇടിക്കണ ചക്ക. ഇക്ക ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? നീ വണ്ടി ബാക്ക് എടുത്ത. ഇത് കൂടി ചെയ്യില്ലെങ്കിൽ പത്രക്കാരും നാട്ടുകാരും കൂടി പറയലോ അയാളെ മുതലൊക്കെ നമ്മ കൊണ്ടുപോയിന്ന്.